നാം ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്. നല്ല വായനാശീലം ഉള്ളവരാണ്. എന്നാൽ ഏതൊക്കെ പുസ്തകങ്ങളാണ് നമ്മുടെ മനസ്സിനെ വേണ്ട രീതിയിൽ സ്വാധീനിക്കുന്നത്, നമ്മുടെ മനസ്സിന് നല്ല സന്തോഷവും സ്വസ്ഥതയും സമാധാനവുമൊക്കെ പകർന്നു തരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത്തരം പുസ്തകങ്ങളെ നാം ആ, വായനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അതും ഒരു യോഗ തന്നെയാണ്, യോഗയുടെ ഭാഗം തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെ അഴുക്കുകൾ മാറുന്നതിനും മനസ്സിനെ ഉയർന്നമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കുന്നതിനും അത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിവുള്ള വാക്കുകൾ, വാക്യങ്ങൾ ഒക്കെ കോറിയിട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ആ വായന കൊണ്ട് പോലും നമുക്ക് വലിയ സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ അധ്യയനം, വായന ശീലമാക്കുന്നതും അതും യോഗ തന്നെയാണ് എന്നാണ് പാതഞ്ജല യോഗ ശാസ്ത്രത്തില്, ദർശനത്തില് പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഉപനിഷത്ത്, അതുപോലെ തന്നെ ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ അധ്യയനം, നിരന്തരമായിട്ടുള്ള അതിൻ്റെ സ്വാധ്യായം, അതും നമ്മുടെ മനസ്സിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നത് കൊണ്ട് അതും യോഗ തന്നെയാണ്. എന്നാൽ ഉപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്താണ്? നാം ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള ശരിയായിട്ടുള്ള ബോധം നമുക്ക് പകർന്നു തരുന്നു. അതുപോലെ തന്നെ പരമമായിട്ടുള്ള സ്വാതന്ത്ര്യം എങ്ങനെ നേടാം എന്നുള്ള വഴികളും നമുക്ക് അതിൽ പറഞ്ഞു തരുന്നു. പൂർണ്ണമായിട്ടുള്ള ആനന്ദം എങ്ങനെ കിട്ടും എന്നുള്ള വഴികളും പറഞ്ഞു തരുന്നു. അതാണ് ഈ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത.